വർഷം 1971 ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ യുദ്ധത്തിലേർപ്പെട്ട സമയം. അന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നൊരു കോൾ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ഓഫീസിലേക്ക് എത്തി. സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ പാകിസ്ഥാന് നേരെയുള്ള ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട എന്ന ആർമി നിങ്ങളെ തേടിയെത്തും. ഓർക്കണം, അന്ന് 7ാം കപ്പൽപ്പടയുടെ പേര് കേട്ടാൽ തന്നെ മിക്ക ലോകരാജ്യങ്ങളുടെയും മുട്ടുവിറയ്ക്കുമ്പോൾ ഇന്ദിര പറഞ്ഞ മറുപടി: നിങ്ങൾക്ക് വരാം, എൻ്റെ അതിർത്തി കടന്നു വരുന്ന നിങ്ങളുടെ കപ്പലുകളിൽ എത്ര എണ്ണം എങ്ങനെയൊക്കെ തിരിച്ചു പോണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നുള്ളത്. ആ ഒരു മറുപടി മതി ഇന്ദിരാഗാന്ധി ഒരു നേതാവ് തന്നെ ആയിരുന്നു എന്ന് തീരുമാനിക്കാൻ. പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഇന്ത്യയിലുണ്ടായ അടിയന്തരാവസ്ഥയെക്കുറിച്ച്. അതിൻ്റെ പേരിൽ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സിൽ കുറേ പേര് പറയുകയുണ്ടായി ഞാൻ ഇന്ത്യയോടുള്ള വിരോധം കൊണ്ട് ചെയ്ത വീഡിയോ ആണെന്നൊക്കെ. എനിക്ക് പൊളിറ്റിക്കലി ആരോടും വിരോധമില്ല. നമ്മുടെ ചാനലിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ആരോടും വിരോധം സ്പ്രെഡ് ചെയ്യിക്കുന്നതല്ല, കൃത്യവും സത്യവും വ്യക്തവുമായ ചരിത്രത്തിലെ അറിവുകൾ പൊതുവെ സംസാരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് പേർക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. പക്ഷേ വെറുതെ അതിനെ രാഷ്ട്രീയ ചാപ്പ കുത്തി വെറുതെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഇന്ദിരാഗാന്ധിയോട് യാതൊരു അപ്രിയവുമില്ല. എനിക്ക് ചരിത്രത്തിലെ സത്യങ്ങളോടുള്ള ബഹുമാനം മാത്രമേ ഉള്ളൂ. നന്ദി.